നമ്മുടെ ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി നമ്മുടെ വരാൻ പോകുന്ന CGL എക്സാമിന് വേണ്ടിയിട്ട് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള സെക്കൻഡ് ക്ലാസ് ആണ് ഇന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും ആയിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവും. ഒരിക്കലും കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്ന ഫാക്റ്റുകളെ സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ. എന്തുകൊണ്ടെന്നാൽ അതായത് ഈ കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്ന ഓരോ ഫാക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ 2025 തന്നെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഫാക്റ്റുകളാക്കി പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ ഫാക്റ്റുകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹൂസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം later became the model for Emperor Akbar's consolidation of the Mughal Empire. അപ്പൊ ശരിക്കും ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് നമ്മുടെ മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് നമ്മുടെ അക്ബർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഷേർഷാ സൂര്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ അക്ബർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷേർഷാ സൂര്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണെന്ന് അറിയുക. അപ്പൊ നമുക്ക് അക്ബറിനെ പറ്റി അറിയാം അല്ലെ. അതായത് നമ്മുടെ മുഗൾ റൂളേഴ്സിൽ ഒരാളായിരുന്നു, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളേഴ്സിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത് അക്ബർ എന്ന് പറയുന്നത്. അക്ബർ ശരിക്കും അധികാരത്തിലേക്ക് വരുന്ന വർഷവും നമുക്കറിയാം 1556 അല്ലെ. 1556 അക്ബർ അധികാരത്തിലേക്ക് വരുന്നത്. എക്സാമിന് അവിടെ ക്വസ്റ്റ്യൻ വന്നു. 1556 അക്ബർ അധികാരത്തിലേക്ക് വരുന്ന ടൈം പീരീഡില് അക്ബറിന്റെ കൊറോണേഷൻ നടക്കുന്നുണ്ടല്ലോ, കിരീടാവതരണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ 1556 അക്ബറിന്റെ കൊറോണേഷൻ നടന്നത് ഏത് പ്ലേസിൽ വെച്ചിട്ടാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അറിയുക 1556 അക്ബറിന്റെ കൊറോണേഷൻ നടന്നത് ഏത് പ്ലേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിലെ കലനൗർ എന്ന് പറയുന്ന പ്ലേസിലാണ്. ആദ്യത്തെ ഫാക്ട് അറിഞ്ഞിരിക്കേണ്ടത് 1556 അക്ബറിന്റെ കൊറോണേഷൻ നടക്കുന്നത് പഞ്ചാബിലെ കലനൗർ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ചിട്ടാണെന്ന് അറിയുക. ഇനി വീണ്ടും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. 1568 ആയി. വർഷം എന്നാണ് 1568. ഈ 1568 അക്ബർ ചിറ്റോർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ചിറ്റോർ അനക്സ് ചെയ്യുന്നുണ്ട്. അപ്പോ അക്ബർ ചിറ്റോർ അനക്സ് ചെയ്ത വർഷം എന്നാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. എന്നാണ് 1568. അപ്പൊ 1568 ചിറ്റോർ അക്ബർ അനക്സ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ഈ 1568 ഈ രണ്ട് നമ്പറിനെ അങ്ങ് ഇന്റർചേഞ്ച് ചെയ്യും. വർഷം എന്നായിട്ട് മാറി 1586 ആയിട്ട് മാറിയില്ലേ. 1586 കാശ്മീരിലോട്ട് ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1586 കാശ്മീരിലോട്ട് ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് അക്ബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ 1556 അക്ബർ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പൊ അക്ബർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അക്ബറിന്റെ കൊറോണേഷൻ നടന്നത് ഏത് പ്ലേസിൽ വെച്ചിട്ടാണെന്ന് അറിയണം. പഞ്ചാബിലെ കലനൗർ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ചിട്ടാണ്. 1568 ചിറ്റോർ അനക്സ് ചെയ്യുന്നുണ്ട്. 1586 കാശ്മീരിലേക്ക് ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ അക്ബറിന്റെ ടൈം പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസി ആയിരുന്നു സുൽ ഇ കുൾ. അതായത് നമ്മുടെ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സുൽ ഇ കുൾ എന്ന് പറയുന്ന പോളിസി, സുൽ ഇ കുൾ എന്ന് പറയുന്ന പോളിസി, ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അക്ബർ. അങ്ങനെ ചോദിക്കും. സുൽ ഇ കുൾ എന്ന് പറയുന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിക്കും. ആരാണ്? അക്ബർ. ഈ പോളിസിയിൽ പ്രധാനമായിട്ടും പറയുന്നത്, സുൽ ഇ കുൾ എന്ന് പറയുന്ന ഈ പോളിസിയിൽ പ്രധാനമായിട്ടും പറയുന്നത് യൂണിവേഴ്സൽ പീസ്, യൂണിവേഴ്സൽ പീസ് ആൻഡ് യൂണിവേഴ്സൽ ടോളറൻസ് എന്നാണ് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് യൂണിവേഴ്സൽ പീസ് ആൻഡ് യൂണിവേഴ്സൽ ടോളറൻസിനെ പറ്റിയാണ് ഏതിൽ പറയുന്നത്? സുൽ ഇ കുൾ എന്ന് പറയുന്ന പോളിസിയിൽ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ അക്ബറിന്റെ ടൈം പീരീഡിൽ അക്ബർ മാൻ സബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് എപ്പോഴും നമ്മൾ ബേസിക്കലി പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് മാൻ സബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് അക്ബർ. പക്ഷെ ഉണ്ടല്ലോ റീസെന്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്ന ഇങ്ങനെയായിരുന്നു. അപ്പൊ ആദ്യം അതങ്ങ് പഠിക്കുക. മാൻ സബ്ദാരി സിസ്റ്റം, മാൻ സബ്ദാരി സിസ്റ്റം
ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അക്ബറാണ്. അക്ബർ ഈ മാൻ സബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിലെ മാൻ സബ്ദാറുകൾ ഉണ്ടല്ലോ, അത് ഓരോ പ്രൊവിൻസും കൺട്രോൾ ചെയ്യാൻ ഓരോ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ മാൻ സബ്ദാരി സിസ്റ്റം ഓരോരോ മാൻ സബ്ദാറുകൾ ഉണ്ട്. ഈ മാൻ സബ്ദാറിന്റെ ലോവസ്റ്റ് ഗ്രേഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. മാൻ സബ്ദാറിന്റെ ലോവസ്റ്റ് ഗ്രേഡ്, മാൻ സബ്ദാരി സിസ്റ്റത്തിലെ മാൻ സബ്ദാറിന്റെ ലോവസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. ലോവസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10ഉം. ഹയസ്റ്റ് ഗ്രേഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 10,000 ആണ്. ഓക്കെ, മാൻ സബ്ദാരി സിസ്റ്റത്തിലെ മാൻ സബ്ദാറിന്റെ ലോവസ്റ്റ് ഗ്രേഡ് 10ഉം ഹയസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് 10,000 ആണ്. എക്സാമിന് ലോവസ്റ്റ് ഗ്രേഡ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പൊ ലോവസ്റ്റ് ഗ്രേഡ് എന്നുള്ളത് 10ഉം ഹയസ്റ്റ് ഗ്രേഡ് എന്നുള്ളത് 10,000 ആണെന്നും അറിയുക. കഴിഞ്ഞില്ല, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അക്ബർ ബിൽഡ് ചെയ്യുന്ന സിറ്റി ആണ് എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അപ്പോ മുഗൾ എംപയറിലെ ആദ്യത്തെ പ്ലാൻഡ് സിറ്റി ഏതാണെന്ന് ചോദിക്കും. ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി ഇൻ മുഗൾ എംപയർ. മുഗൾ എംപയറിലെ ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ഫത്തേപൂർ സിക്രി. മുഗൾ എംപയറിലെ ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രി. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ അക്ബർ ഉണ്ടല്ലോ, വെസ്റ്റ് ബംഗാളില് ഒരു സിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിറ്റിയുടെ പേരാണ് മക്സുദാബാദ്. കേട്ടോ, ആ സിറ്റിയുടെ പേരാണ് മക്സുദാബാദ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മുർഷിദാബാദ്. ഓക്കെ, അപ്പോ മക്സുദാബാദ് അല്ലെങ്കിൽ മുർഷിദാബാദ് എന്ന് പറയുന്ന സിറ്റി എവിടെയാ? വെസ്റ്റ് ബംഗാൾ. കേട്ടോ, മക്സുദാബാദ് അല്ലെങ്കിൽ മുർഷിദാബാദ് എന്ന് പറയുന്ന സിറ്റി വെസ്റ്റ് ബംഗാളിൽ ബിൽഡ് ചെയ്യുന്നതും ആരാണ്? അക്ബർ തന്നെയാണ്. ഇനി കഴിഞ്ഞില്ല, എക്സാമിന് അഗൈൻ ക്വസ്റ്റ്യൻ വന്നു. നമ്മുടെ അക്ബറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആരെന്ന് പറയുന്നത് അബുൾ ഫസൽ അല്ലെ. ഈ അബുൾ ഫസൽ ആണ് ഏത് ബുക്ക് എഴുതുന്നത്? നമ്മുടെ അക്ബർ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത് അല്ലെ. അക്ബർ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? അബുൾ ഫസൽ ആണ് ഇല്ലേ. ഈ ബുക്ക് എത്ര വോളിയം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 വോളിയം ആണ്. എത്ര വോളിയം ആണ് ഈ ബുക്ക്? 3 വോളിയം. ഈ ബുക്കിന്റെ 3ാമത്തെ വോളിയത്തെയാണ് ഐനി അക്ബറി എന്ന് പറയുന്നത്. കേട്ടോ, അക്ബർ നാമ എന്ന് പറയുന്ന ബുക്കിന്റെ 3rd വോളിയത്തെയാണ് ഐനി അക്ബറി എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് വോളിയം, ഈ ബുക്കിന്റെ ഫസ്റ്റ് വോളിയം എന്തിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നു? അത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയാണ്, അക്ബറിന്റെ പൂർവികരെ പറ്റിയാണ് നമ്മുടെ ആദ്യത്തെ വോളിയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്ബർ നാമ എന്ന് പറയുന്നത് ഒരു 3 വോളിയമാണ്. അതിൽ ഫസ്റ്റ് വോളിയം മെൻഷൻ ചെയ്തിരിക്കുന്നത് അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റിയാ. ആ ഒരു കാര്യം അറിയുക. 3rd വോളിയമാണ് നമ്മുടെ ഐനി അക്ബറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. ഇതിൽ ഒരു ഫാക്ട് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഫാക്റ്റുകളും പഠിച്ചോളുക. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അതായത് അക്ബർ ശരിക്കും ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്? ആരുടെ ആയിരുന്നു? ഷേർഷാ സൂരിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദെൻ 1556 അക്ബർ എന്ത് ചെയ്യുന്നു? കിരീടാവതരണം നടക്കുന്നു. അത് ഏത് പ്ലേസിലാണെന്ന് അറിയുക. കലനൂർ പഞ്ചാബിൽ വെച്ചിട്ടാണ്. 1568 ചിറ്റോർ ക്യാപ്ചർ ചെയ്യുന്നു. 2 നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്താൽ 1586 ആയി. കാശ്മീരിലേക്ക് ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നു. സുല്ലി-കുൾ എന്ന് പറയുന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത അക്ബർ ആണ്. ഈ പോളിസി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പീസും അതുപോലെ യൂണിവേഴ്സൽ ടോളറൻസും ആണ്. ഇനി ഓർക്കുക, അക്ബർ ബിൽഡ് ചെയ്ത സിറ്റിയാണ് ഫത്തേപൂർ സിക്രി. നമ്മുടെ മുഗൾ എംപയറിൽ തന്നെ ഫസ്റ്റ് പ്ലാൻഡ് സിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അപ്പോ ആ സിറ്റി ബിൽഡ് ചെയ്യുന്നത് അക്ബർ ആണ്. ഇത് കൂടാതെ വെസ്റ്റ് ബംഗാളിലുള്ള മക്സുദാബാദ് അല്ലെങ്കിൽ മുർഷിദാബാദ്, ഈ സിറ്റി ബിൽഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? അക്ബർ തന്നെയാണ്. കൂടാതെ അക്ബറിന്റെ ടൈം പീരിയഡിൽ അക്ബർ മാൻ സബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ഒരു മാൻ സബ്ദാറിന്റെ ലോവസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് 10ഉം ഹയസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് എത്രയുമാണ്? 10,000ഉമാണ്. ഇനി അക്ബറിന്റെ ടൈം പീരിയഡിൽ അക്ബറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന അബുൾ ഫസൽ എഴുതുന്ന ബുക്കാണ് അക്ബർ നാമ. ഈ അക്ബർ നാമ എന്ന് പറയുന്ന ബുക്ക് 3 വോളിയം ആണെന്ന് അറിയുക. ഇതിൽ ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നു. 3rd വോളിയം ആണ് ഐനി അക്ബറിയെ പറ്റി പറയുന്നത്. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ ആണേ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അക്ബർസ് പോളിസി സുൽ-ഇ-കുൾ വാസ് ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഈ ഓപ്ഷന് 4 ഓപ്ഷൻസ് ഉണ്ട്.
അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പോ നമ്മുടെ സ്റ്റുഡൻസ് അല്ലേ ഇതിനൊന്ന് ആൻസർ ചെയ്തേ, കാരണം ഓൾറെഡി നമ്മളിപ്പോ പഠിച്ചതാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാ, ഇത് നോക്കിയിട്ട് 4 ഓപ്ഷൻസ് നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകളൊക്കെ പഠിച്ചെങ്കിൽ ഇപ്പൊ ഏതാണ് ആൻസർ എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഏത് ആൻസർ ആണെന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ഇതിന് ആൻസർ ഞാൻ പറയേണ്ടതില്ലല്ലോ, കാരണം നിങ്ങൾക്ക് ആൻസർ അറിയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബീബി കാ മക്ബറ. ബീബി കാ മക്ബറയെ പറ്റി ഒരു 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. ബീബി കാ മക്ബറയെ പറ്റി ഒരു 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റില് ഏതാണ് കറക്റ്റ്, ഏതാണ് ഇൻകറക്റ്റ് നമുക്ക് നോക്കാം. It was built by Mughal Emperor Aurangzeb in the memory of his wife. ഔറംഗസീബിന്റെ വൈഫിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബീബി കാ മക്ബറ ബിൽഡ് ചെയ്തെന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് it is located in ഛത്രപതി സാംഭാജി നഗർ and is called താജ് മഹൽ ഓഫ് ഡെക്കാൻ. ഛത്രപതി സാംഭാജി നഗറിലാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ശരിക്കും താജ് മഹൽ ഓഫ് ഡെക്കാൻ ഇതിനെ വിളിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. It was constructed in the early 1500 during Babur's reign. ബാബറിന്റെ ടൈം പീരീഡിലാണ് ഇത് ബിൽഡ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അപ്പോ നമ്മുടെ സ്റ്റുഡൻസ് ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കേ. 3 സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. എന്നിട്ട് ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ ആയിരിക്കും കറക്റ്റ്? ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ആൻസർ വന്നിട്ടുണ്ടാവും അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓരോന്ന് നോക്കിപ്പോ അല്ലെ. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് it was built by Mughal Emperor Aurangzeb in memory of his wife. കറക്റ്റ് ആണ്. ഔറംഗസീബിന്റെ വൈഫിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്താണ് എന്ന് പറയുന്നത് ബീബി കാ മക്ബറ എന്ന് പറയുന്നത്. ഓക്കെ, then next എന്ന് പറയുന്നത് it is located in ഛത്രപതി സാംഭാജി നഗർ. ബീബി കാ മക്ബറ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, ഔറംഗാബാദ് അല്ലെ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണെന്ന് നമുക്കറിയാം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. എടാ, ഈ ഔറംഗാബാദിന്റെ പുതിയ പേരാണ് എന്താ? ഛത്രപതി സാംഭാജി നഗർ. കേട്ടോ, ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഔറംഗസീബ് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ദിൽറോസ് ബാനു ബീഗം എന്നും, കേട്ടോ 2 പേരിൽ അറിയപ്പെടുന്നു. ദിൽറോസ് ബാനു ബീഗം എന്നും അതുപോലെ തന്നെ റബിയ ഉദ്ദുറാനി. 6 ആണേ. ഓക്കെ, അപ്പൊ ദിൽറോസ് ബാനു ബീഗം എന്നും അതുപോലെ റബിയ ഉദ്ദുറാനി, ഈ 2 പേരുകളിലും 2 പേരും മീൻസ് ഒരാൾ തന്നെയാണ്, 2 പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഔറംഗസീബ് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ദിൽറോസ് ബാനു ബീഗം അല്ലെങ്കിൽ റബിയ ഉദ്ദുറാനിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്നതാണ് ഈ ബീബി കാ മക്ബറ എന്ന് പറയുന്നത്. അപ്പോ മൂന്നാമത്തെ സെന്റൻസ് തെറ്റല്ലേ? ഇപ്പൊ തന്നെ മനസ്സിലായി ഔറംഗസീബാണ് ഇത് ബിൽഡ് ചെയ്തത്. അപ്പൊ ബാബറിന്റെ പീരീഡിൽ എങ്ങനെ വരിക? തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഓഫ് താജ്മഹൽ, താജ് ഓഫ് ഡെക്കാൻ, താജ്മഹൽ ഓഫ് ഡെക്കാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ബീബി കാ മക്ബറയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി ഇവിടുന്ന് അറിഞ്ഞു. ഈ ബീബി കാ മക്ബറ കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈം പീരീഡ് അറിയുക 1651 മുതൽ 1661 വരെയുള്ള ടൈം പീരീഡ് ആണ്. കേട്ടോ, ഈ ബീബി കാ മക്ബറ ബിൽഡ് ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 1651 മുതൽ 1661 വരെയുള്ള ടൈം പീരീഡ് ആണ് എന്ത് ബിൽഡ് ചെയ്യുന്നത്? നമ്മുടെ ബീബി കാ മക്ബറ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ബീബി കാ മക്ബറ ബിൽഡ് ചെയ്യുന്ന ടൈം പീരീഡ് അറിയുക 1651 മുതൽ 1661 വരെയുള്ള ടൈം പീരീഡ് ആണ് ബീബി കാ മക്ബറ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കൃത്യം ആയിട്ട് മനസ്സിലായി. ഇനി ഈ ഔറംഗസീബാൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സിഖ് ഗുരു ആരാണെന്ന് അറിയണം. ഔറംഗസീബാൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സിഖ് ഗുരു ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുരു തേജ് ബഹദൂർ. ഓക്കെ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഔറംഗസീബാൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സിഖ് ഗുരു ആണ് ആര്? ഗുരു തേജ് ബഹദൂർ എന്ന് പറയുന്നത്. ഈ ഔറംഗസീബിന്റെ ടൈം പീരീഡിലാണ് ഏറ്റവും കൂടുതൽ പേർഷ്യൻ ബുക്കുകൾ എഴുതപ്പെടുന്നത്. കേട്ടോ, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏത് മുഗൾ റൂളറിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ പേർഷ്യൻ
ലാംഗ്വേജിലുള്ള ബുക്കുകൾ എഴുതപ്പെടുന്നത്. ആരാ ടൈം പീരീഡില? ഔറംഗസീബിന്റെ ടൈം പീരീഡില. നമുക്കറിയാം കൈലാസ ടെമ്പിൾ അല്ലെ, ഈ കൈലാസ ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിട്ട് ആര് ട്രൈ ചെയ്തു? ഔറംഗസീബ് ട്രൈ ചെയ്തു കേട്ടോ. കൈലാസ ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈലാസ ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്യാൻ ട്രൈ ചെയ്ത മുഗൾ എംപറർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ഔറംഗസീബാണ്. അപ്പൊ ഈ 3 ഫാക്ടുകൾ ഇവിടെ ഓർക്കുക. ഗുരു തേജ് ബഹദൂർ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഔറംഗസീബാലാണ്. ഔറംഗസീബിന്റെ ബുക്കുകൾ റിട്ടേൺ ചെയ്യപ്പെടുന്നത് പേർഷ്യൻ ലാംഗ്വേജിലാണ്. ഔറംഗസീബ് കൈലാസ ടെമ്പിൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ബീബി കാ മക്ബറ ബിൽഡ് ചെയ്യുന്നത് ആരാണ്? ഔറംഗസീബ്. ഓക്കെ, അപ്പൊ ഇതില് ഒരു ഫാക്ട് പോലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഇതില് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ, മീൻസ് നോട്ട് ക്ലാസിന്റെ കൂട്ടത്തിൽ എഴുതി പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്തോളുക? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക. അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ഓക്കെ ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾക്ക് SSC CGL നമ്മുടെ ഓഫ്ലൈൻ കോഴ്സസ് അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഓൺലൈൻ കോഴ്സസിനെ പറ്റി പറയാം. നിങ്ങൾക്ക് പ്രോപ്പർലി 2026-27 SSC CGL റെഗുലർ ബാച്ചസ് അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ ലൈവ് കോഴ്സ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വെർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് PDF ആക്കി പ്രൊവൈഡ് ചെയ്യും. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകും. അതോടൊപ്പം നിങ്ങൾക്ക് എക്സാമിന് ഒരു എക്സാം ഏറ്റവും നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് മോക്ക് എക്സാമുകളാണ്. ആ മോക്ക് എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചുകൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളും നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് തരും. മാത്രമല്ല ലൈവ് ക്ലാസ് കാണുന്നത് കൊണ്ട് തന്നെ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഡയറക്റ്റ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് വരുന്ന ഡൗട്ടുകൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യാം? കൃത്യമായിട്ടുള്ള വേയിൽ പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ 2025 നടന്ന എഡ്യൂക്കേറ്റീവ് പാറ്റേൺ അനുസരിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യാ? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഈ 2 നമ്പറിൽ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാ നോക്കാം. Which one of the following statement about Parliament of India is incorrect? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് അല്ലേ? ഞാൻ ഓൾറെഡി GK എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ചോദിച്ച വൺ ലൈനേഴ്സിനെയൊക്കെ കണക്ട് ചെയ്ത് ഇപ്പൊ ഒരുമിച്ച് ചോദിക്കുന്നു. അത് ശരിക്കും മാറി വന്നൊരു വ്യത്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നോക്കേ, ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് എപ്പോഴും മുന്നേ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാ. പക്ഷെ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകളാക്കി ചോദിച്ചു. നോക്ക, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് എടുക്കാനാ? 4 സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിക്കാം അല്ലെ? വായിച്ചു നോക്കാം. അതായത് ഇങ്ങനെയാണ്: The Rajya Sabha alone has the power to introduce a money bill. Second, the Lok Sabha alone has the power to introduce a money bill. C എന്ന് പറയുന്നത് both houses can introduce a money bill. Fourth എന്ന് പറയുന്നത് neither house can introduce a money bill. Okay, അപ്പോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോകസഭയാണ് കേട്ടോ. The Lok Sabha alone has the power to introduce money bill. മണി ബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് അറിയുക? ആർട്ടിക്കിൾ 110 ആണ് കേട്ടോ, 110. അപ്പോ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോകസഭയില്. മണി ബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 110. അപ്പോ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകസഭയിലാണ്. ഫർദർ റെക്കമെൻഡേഷൻസിന് വേണ്ടി ഇത് എങ്ങോട്ടേക്ക് പോകും? രാജ്യസഭയിലോട്ട് പോകും. രാജ്യസഭയ്ക്ക് ഇത് അമെൻഡ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ പാടില്ല. പകരം വേണ്ടുന്ന റെക്കമെൻഡേഷൻസ് വിത്തിൻ 14 ഡേയ്സിനുള്ളിൽ, 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? രാജ്യസഭ അറിയിക്കണം. ഈ മണി ബില്ല് അമെൻഡ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ആർക്ക് പാടില്ല? രാജ്യസഭയ്ക്ക് പാടില്ല. ഫർദർ റെക്കമെൻഡേഷൻസ്, വീണ്ടും വരുത്തേണ്ട റെക്കമെൻഡേഷൻസ് നൽകാം 14 ദിവസത്തിന് ഉള്ളിൽ. അപ്പോ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോകസഭ. The Lok Sabha alone has the power to introduce money bill. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? ലോകസഭയ്ക്കാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? Consider the following statement. Both the president and governor can grant pardon under Article 72. Article 72 പ്രകാരം പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണറിനും പാർഡൺ നൽകാം. The governor can
the governor cannot pardon in cases of death sentence. ഡെത്ത് സെന്റൻസിന്റെ കേസിൽ ഗവർണർക്ക് പാർഡൺ നൽകാനായിട്ട് കഴിയില്ല. ഇങ്ങനെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് എഴുതാൻ. അതാ ഓൺലി 1 ആണോ, ഓൺലി 2 ആണോ, 1 and 2 ആണോ, നെയ്തർ 1 nor 2. അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എടാ ഇവിടെ നമുക്കറിയാം പാർഡൺ അല്ലേ, പ്രസിഡന്റിന് പാർഡൺ നൽകാം, ഗവർണറിനും പാർഡൺ നൽകാം. പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ കറക്റ്റ് ആണ്. പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 72. ഓക്കെ, ഗവർണറുടെ പാർഡൺ, പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 72. ഗവർണറിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 161. ഓക്കെ, അപ്പൊ പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ 72, ഗവർണറിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 161 എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആവുമ്പോൾ 72, ഗവർണർ ആകുമ്പോൾ ആർട്ടിക്കിൾ 161 161. ഇതില് ഡെത്ത് സെന്റൻസിൽ the governor cannot pardon in case of death sentence കറക്റ്റ് ആണ്. ഡെത്ത് സെന്റൻസിന്റെ കേസിൽ പാർഡൺ നൽകാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പ്രസിഡന്റിന് മാത്രമാണ് കേട്ടോ. ഡെത്ത് സെന്റൻസിൽ പാർഡൺ നൽകാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പ്രസിഡന്റിന് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചുകൊള്ളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാ. The Nabanna new rice during the Nuakai festival in Sambalpur, Odisha is first offered to which deity? അപ്പോ ഈ നുവാക്കായി ഫെസ്റ്റിവലിന്റെ സമയത്ത് അല്ലെ, നബന്ന എന്ന് പറയുന്നത് പുതിയ റൈസ്, ന്യൂ റൈസ് അല്ലെ, ഇത് ഏത് ഡയറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഏത് ഡയറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഓഫർ ചെയ്യുന്നത്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഏത് ഡയറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമലേശ്വരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും നുവാക്കായി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ ഈ നബന്ന എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. നബന്ന ഡ്യൂറിംഗ് നുവാക്കായി ഫെസ്റ്റിവൽ ഇൻ സാമ്പൽപൂർ, ഒഡീഷ ഈസ് ഫസ്റ്റ് ഓഫർ ടു മാ സാമലേശ്വരി. ഓക്കെ, അപ്പൊ നുവാക്കായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം? ഒഡീഷയിലാണെന്ന് അറിയാം അല്ലെ. നുവാക്കായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. ഇന്ത്യയില് ഗണേശ ചതുർത്ഥി ഫെസ്റ്റിവലിന് തൊട്ടടുത്ത ദിവസം ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നുവാക്കായി ഫെസ്റ്റിവൽ. അപ്പൊ വീണ്ടും എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു, ഒഡീഷയില് ഈ നബന്ന വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ റൈസോട് കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന്. അതിന് ആൻസർ ഏത് തന്നെയാ? നമ്മുടെ നുവാക്കായി ഫെസ്റ്റിവൽ തന്നെയാണ്. എടാ ഇത് കൂടാതെ രഥയാത്ര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാ? രഥയാത്ര ഫെസ്റ്റിവൽ ഒഡീഷയിലാണ്. രഥയാത്ര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒഡീഷയിൽ. ചാരിയോട്ട് ഫെസ്റ്റിവൽ, രഥങ്ങളുടെ ഫെസ്റ്റിവൽ എന്നൊക്കെ അറിയപ്പെടുന്നത് രഥയാത്രയാണ്. ഈ രഥയാത്ര ഫെസ്റ്റിവൽ ഏതൊക്കെ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു? രഥയാത്ര ഫെസ്റ്റിവൽ ഏതൊക്കെ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ജഗന്നാഥ്. ഓക്കെ, 1 സെക്കൻഡ്. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? രഥയാത്ര ഫെസ്റ്റിവൽ അല്ലേ. അപ്പൊ രഥയാത്ര ഫെസ്റ്റിവലിനെയാണ് ചാരിയോട്ട് ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത്. ഈ രഥയാത്ര ഫെസ്റ്റിവൽ ഏതൊക്കെ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജഗന്നാഥ്. ഓക്കെ, ബാലഭദ്ര, ജഗന്നാഥ്, ബാലഭദ്ര, അതുപോലെ തന്നെ സുഭദ്ര. ഓക്കെ, അപ്പോ രഥയാത്ര സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. രഥയാത്ര ഫെസ്റ്റിവൽ ആർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജഗന്നാഥ്, ബാലഭദ്ര ആൻഡ് സുഭദ്ര. ഓക്കെ, ജഗന്നാഥ്, ബാലഭദ്ര ആൻഡ് സുഭദ്ര. ഇത് കൂടാതെ രാജപർബ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാ? ഒഡീഷ. ഓക്കെ, രാജപർബ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷയിൽ. രാജപർബ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എർത്തിന്റെ മെൻസ്ട്രൽ സൈക്കിള് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് രാജപർബ ഫെസ്റ്റിവൽ. അപ്പൊ രാജപർബ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. എർത്തിന്റെ മെൻസ്ട്രൽ സൈക്കിള് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് രാജപർബ ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ രാജപർബ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷ. എർത്തിന്റെ മെൻസ്ട്രൽ സൈക്കിള് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് രാജപർബ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഇവിടെ തന്നെ
സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ചൈത്രപരവ്. കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ 2025 പുതിയതായിട്ട് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ രാജപർവ എവിടെയാണെന്ന് ചോദിക്കും, ഒഡീഷയിൽ. അപ്പൊ എർത്തിന്റെ മെൻസ്ട്രൽ സൈക്കിൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് അറിയുക, രാജപർവ ഫെസ്റ്റിവൽ എന്ന് അറിയുക. ചൈത്രപരവ് എവിടെയാ, ഒഡീഷയിലാണ്. എഗൈൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു, ഈ ചൈത്രപരവ് ഫെസ്റ്റിവലിന്റെ സമയത്ത് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണെന്ന്. അത് ദംസ ഡാൻസ് ആണ് കേട്ടോ. ചൈത്രപരവ് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണ്? നമ്മുടെ റീസെന്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മിക്ക ഫെസ്റ്റിവലിന്റെയും ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോ ചൈത്രപരവ് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ദംസ ഡാൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ തിയേറ്റർ ഫെസ്റ്റിവൽ പറഞ്ഞ മനസ്സിലായോ? വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ തിയേറ്റർ ഫെസ്റ്റിവൽ അതാണ് ഏതെന്ന് പറയുന്നത്, ധനുജാത്ര എന്ന് പറയുന്നത് കേട്ടോ. വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ധനുജാത്ര. അപ്പൊ വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് ഏത്, ധനുജാത്ര. ധനുജാത്ര സെലിബ്രേറ്റ് ചെയ്യുന്നതും എവിടെയാണ്, ഒഡീഷയിലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങള് പ്രോപ്പർലി ഓക്കെ ആണല്ലോ. എടാ ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, നുവാക്കായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഒഡീഷ. ഇനി രഥയാത്ര സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒഡീഷയിൽ തന്നെ. രഥയാത്ര ഏതൊക്കെ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജഗന്നാഥ്, ബാലഭദ്ര ആൻഡ് സുഭദ്ര. ധനുജാത്ര ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒഡീഷയിൽ അല്ലെങ്കിൽ ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. വേൾഡ് ലാർജസ്റ്റ് ഓപ്പൺ തിയേറ്റർ ഫെസ്റ്റിവൽ ആണെന്ന് ഓർക്കുക. രാജപർവ ഒഡീഷ, എർത്തിന്റെ മെൻസ്ട്രൽ സൈക്കിൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ചൈത്രപരവും ഒഡീഷയിൽ തന്നെ. ചൈത്രപരവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഇത്, ദംസ ഡാൻസ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ SSCയുടെ റെഗുലർ ബാച്ചസും അവൈലബിൾ ആണ് കേട്ടോ. SSC നമ്മുടെ RRB രണ്ട് ബാച്ചുകൾക്കും വേണ്ടിയിട്ടുള്ള, രണ്ട് കോഴ്സുകൾക്കും വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കോഴ്സുകൾ ഉണ്ടാവുക. ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് വേഷൻസ് അവിടെ ഉണ്ടാവും. പിന്നീട് സൺഡേ ദിവസം തന്നെ ആ ഒരു 1 വീക്കിലേക്ക് വരുന്ന ക്ലാസ്സുകൾ ഏതാണെന്നും ആ ക്ലാസ്സുകളുടെ ടൈമിംഗ് എന്താണെന്നും പ്രോപ്പർലി സൺഡേ ദിവസം തന്നെ ഷെഡ്യൂൾ ആക്കി നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർലി ഓരോ ദിവസവും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. മുൻകൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്ത് വെക്കാം. ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കോഴ്സിനോട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാട്ടോ. ഡ്യൂറിംഗ് ദ സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ ദ ആദി ട്രൈബ് ഓഫ് അരുണാചൽ പ്രദേശ് which traditional drink is shared to promote social bonding. അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ അകത്ത് എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതുകൂടി അങ്ങ് പഠിച്ചോണം. ഓക്കെ, അപ്പൊ നോക്കേ, ഇവിടെ സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോലങ് ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്ന്. എവിടെയാ, അരുണാചൽ പ്രദേശില്. അപ്പൊ സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശില്. ഏത് ട്രൈബ് ആണെന്ന് അറിയണം, അത് ആദി ട്രൈബ് ആണ് കേട്ടോ. അപ്പൊ സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശില്. ഏത് ട്രൈബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആദി ട്രൈബ്. അപ്പൊ ആദി ട്രൈബ് അരുണാചൽ പ്രദേശില് സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ടൈമില് ഇവരുടെ സോഷ്യൽ ബോണ്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോങ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചത് ഇങ്ങനെയാ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇതാ നോക്ക, സോലങ് ഫെസ്റ്റിവൽ എവിടെയാ, അരുണാചൽ പ്രദേശില്. ഏത് ട്രൈബാ, ആദി ട്രൈബ് അല്ലെ. സോലങ് ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ആദി ട്രൈബ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നു, ഈ സോലങ് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഇവര് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ആ ഡാൻസിന്റെ പേരാണ് പൊനങ് കേട്ടോ. സോലങ് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഇവര് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതാണ് എന്ന് പറയുന്നത് പൊനങ് ഡാൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കറിയാം മോപ്പിൻ ഫെസ്റ്റിവൽ അല്ലെ. എടാ ഈ മോപ്പിൻ ഫെസ്റ്റിവൽ ഇവിടെ തന്നെയാ, അരുണാചൽ പ്രദേശിൽ തന്നെയാ. ഓക്കെ, മോപ്പിൻ ഫെസ്റ്റിവൽ എവിടെയാ, അരുണാചൽ പ്രദേശിൽ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന്. അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് ആണ് മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പോപ്പിർ ആണ്, പോപ്പിർ. ഓക്കെ, അപ്പൊ സോലങ് ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ആദി ട്രൈബും ആ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് പൊനങ് ഡാൻസ് എന്ന് പറയുന്നത്. മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബും
പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് പോപ്പിർ ഡാൻസ് എന്ന് പറയുന്നത്. ഏതാണ്? പോപ്പിർ ഡാൻസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അവിടെ കഴിഞ്ഞില്ല, എഗെയിൻ എക്സാമിന് വീണ്ടും ക്വസ്റ്റ്യൻ വന്നു. മ്യോക്കോ ഫെസ്റ്റിവൽ എവിടെയാണ് കേട്ടോ? കുറച്ചധികം പുതിയ ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ നമ്മുടെ 2025 എക്സാമുകൾക്ക് ചോദിച്ചു. അപ്പൊ അത്തരത്തിലൊന്നാണ് മ്യോക്കോ ഫെസ്റ്റിവൽ. ഈ മ്യോക്കോ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഈ ഫെസ്റ്റിവലിന്റെ റെസ്പോൺസിബിലിറ്റി റൊട്ടേറ്റിംഗ് ആണ്. അതായത് ഓരോ ദിവസം ഓരോ വില്ലേജുകളിലായിട്ടായിരിക്കും ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ വില്ലേജിന്റെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് മ്യോക്കോ ഫെസ്റ്റിവൽ. എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ തന്നെ. ഓക്കെ, കഴിഞ്ഞില്ല, രണ്ട് ഫെസ്റ്റിവലിന്റെ പേരോട് ഞാൻ പറഞ്ഞുതരാം. താംലാഡു ഫെസ്റ്റിവൽ. താംലാഡു ഫെസ്റ്റിവൽ എവിടെയാ? അരുണാചൽ പ്രദേശില്. അതുപോലെ സാങ്കൻ ഫെസ്റ്റിവൽ. ഓക്കെ, താംലാഡു ഫെസ്റ്റിവലും സാങ്കൻ ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഓർത്തോണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞു സോലങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ ആദ്യ ട്രൈബ് ആണെന്ന്. ഈ ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏത്? പൊനങ് ഡാൻസ് എന്ന് പറയുന്നത്. മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ തന്നെ. ഏത് ട്രൈബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലോ ട്രൈബ്. ഈ ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏത്? പോപ്പിർ ഡാൻസ്. മ്യോക്കോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. താംലാഡു ഫെസ്റ്റിവലും സാങ്കൻ ഫെസ്റ്റിവലും എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിൽ. ഓക്കെ, അപ്പോ സോലങ് ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ആദ്യ ട്രൈബ്, മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ഗാലോ ട്രൈബ്, മ്യോക്കോ ഫെസ്റ്റിവലും താംലാഡു ഫെസ്റ്റിവലും സാങ്കൻ ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് മൊണാസ്ട്രി ഇൻ സിക്കിം നോൺ ഫോർ ഇറ്റ്സ് കളർഫുൾ മ്യൂറൽസ് ആൻഡ് മാസ്ക് ഡാൻസ്? എടാ, സിക്കിമിലെ ലാർജസ്റ്റ് മൊണാസ്ട്രി ഏതാ? അത് റംതക് മൊണാസ്ട്രി ആണ് കേട്ടോ. സിക്കിമിലെ ലാർജസ്റ്റ് മൊണാസ്ട്രി ഏതാണ്? അത് റംതക് മൊണാസ്ട്രി. യെൻഷെയും പേമായാങ്സെയും ടാഷിഡിങ്ങും എല്ലാം സിക്കിമിൽ തന്നെയാണ്. അപ്പൊ അതില് ലാർജസ്റ്റ് മൊണാസ്ട്രി ആണ് ഏത്? റംതക്. ഇത് കൂടാതെ സിക്കിമിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു മൊണാസ്ട്രി ആണ് ഫൊഡോങ് മൊണാസ്ട്രി. കേട്ടോ, ഫൊഡോങ് മൊണാസ്ട്രിയും എവിടെ തന്നെയാണ്? സിക്കിമിൽ തന്നെയാണ്. എടാ, അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ ഒരു മൊണാസ്ട്രിയുടെ പേര് കേട്ടിട്ടുണ്ടോ? ബൈലകുപ്പെ മൊണാസ്ട്രി. ഈ ബൈലകുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. കേട്ടോ, ബൈലകുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലാണ്. കേട്ടോ, ബൈലകുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലാണ്. ബൈലകുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ, ഇനി കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി. കേട്ടോ, കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. അപ്പൊ ഒന്ന് പഠിക്കുക. ഫൊഡോങ് മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിമില്. സിക്കിമിലെ ലാർജസ്റ്റ് മൊണാസ്ട്രി ആണ് റംതക് മൊണാസ്ട്രി. ബൈലകുപ്പെ മൊണാസ്ട്രി അല്ലെങ്കിൽ നംഡ്രോലിംഗ് മൊണാസ്ട്രി എവിടെയാണ്? കർണാടക. കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഫാക്റ്റും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രോബിലിറ്റി കൂടിയ ക്വസ്റ്റ്യൻ. കൂടുതലും 2025 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും സ്കിപ്പ് ചെയ്യല്ലേ, ഒന്നും നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. എല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ നോക്കേ, ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് ഫെസ്റ്റിവൽ ആണ് അല്ലേ, ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. നോക്ക, സാഗാദവ ഫെസ്റ്റിവല്, അതുപോലെ ബുംചോ ഫെസ്റ്റിവല്, അതുപോലെ ദ്രുബക് സെച്ചി ഫെസ്റ്റിവല്. സാഗാദവ ഫെസ്റ്റിവല്, ബുംചോ ഫെസ്റ്റിവല്, ദ്രുബക് സെച്ചി ഫെസ്റ്റിവല്, ലൊസോങ് ഫെസ്റ്റിവല് ഇതൊക്കെ എവിടെയാ? സിക്കിമില്. കേട്ടോ, ഇതൊക്കെ എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, അപ്പോ സാഗാദവ ഫെസ്റ്റിവല്, ബുംചോ ഫെസ്റ്റിവല്, ദ്രുബക് സെച്ചി ഫെസ്റ്റിവല്, ലൊസോങ് ഫെസ്റ്റിവല് ഇതൊക്കെ എവിടെയാ? സിക്കിമില്. അവിടെ റീസെന്റ് ഒരു ഫെസ്റ്റിവൽ ചോദിച്ചു. അതിനു മുമ്പ് എന്ന് പറഞ്ഞോട്ടെ, സാഗാദവ ഫെസ്റ്റിവലിനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രിപ്പിൾ ബ്ലസ്റ്റ് ഫെസ്റ്റിവൽ. കേട്ടോ,
ട്രിപ്പിൾ ബ്ലസ്ഡ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് സാഗാദവ ഫെസ്റ്റിവലിനെയാണ്. ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ആണ് സാഗാദവ ഫെസ്റ്റിവൽ. ഇവിടെ കഴിഞ്ഞില്ല, റീസെന്റ് ചോദിച്ച ഈ ഫെസ്റ്റിവൽ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. ഇന്ദ്രജാത്ര ഫെസ്റ്റിവൽ എവിടെയാണ് ചോദിക്കും? സിക്കിമിലാണ് കേട്ടോ. ഇന്ദ്രജാത്ര ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമിൽ. ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിക്കിമിലുള്ള മൗണ്ടെയിൻ ആണ് ഏത്? മൗണ്ട് കാഞ്ചൻജംഗ. ഈ മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സിക്കിമില് ലച്ച കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ഫോം ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച. ഓക്കെ, അതായത് മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സിക്കിമില് ലച്ച കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരുന്നു ചൂഫാറ്റ്. സിക്കിമില് ലെപ്ച കമ്മ്യൂണിറ്റി മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരുന്നു ഏത്? ചൂഫാറ്റ് എന്ന് പറയുന്നത് അല്ലെ? ആണ്. ക്വസ്റ്റ്യൻ വന്നു, മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് 2025 ചോദിച്ച. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. എടാ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോ. പാങ് ലാബ്സോൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്ദ്രജാത്ര ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിം. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സിക്കിമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? പാങ് ലാബ്സോൾ. അപ്പൊ ഇന്ദ്രജാത്ര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിം. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് പാങ് ലാബ്സോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞുതരാം. അതായത് റംതക് മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിം. ഫൊഡോങ് മൊണാസ്ട്രി എവിടെ തന്നെ? സിക്കിമിൽ തന്നെ. ഫൊഡോങ് മൊണാസ്ട്രി സിക്കിമിൽ. ബൈലക്കുപ്പെ മൊണാസ്ട്രി അല്ലെങ്കിൽ നംഡ്രോലിംഗ് മൊണാസ്ട്രി എവിടെയാണ്? കർണാടക. കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി ഹിമാചൽ പ്രദേശിൽ. സാഗാദവ ഫെസ്റ്റിവൽ ട്രിപ്പിൾ ബ്ലസ്ഡ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നു. ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ബുംജു ഫെസ്റ്റിവൽ, ദ്രുബക് സെച്ചി ഫെസ്റ്റിവൽ, ലൊസോങ് ഫെസ്റ്റിവൽ എവിടെയാണ്? സിക്കിമിലാണ്. ഇന്ദ്രജാത്ര ഫെസ്റ്റിവലും അതുപോലെ തന്നെ പാങ് ലാബ്സോളും സിക്കിമില്. ഈ പാങ് ലാബ്സോൾ എന്ന് പറയുമ്പോൾ മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ചൂഫാറ്റ് എന്ന് പറയുന്നത്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ചൂഫാറ്റ്. ഫെസ്റ്റിവൽ ആണ് പാങ് ലാബ്സോൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, നോക്ക്. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഡാൻസ് ഫോം പാണ്ഡവാനി പെർഫോംഡ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു ഇല്ലേ? പാണ്ഡവാനി ഡാൻസ് ഫോം എവിടെയാ? ഛത്തീസ്ഗഡില്. പാണ്ഡവാനി ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേര് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. തീജൻ ബായി അല്ലെ? പാണ്ഡവാനി ഡാൻസ് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ആര്? തീജൻ ബായി. അപ്പൊ പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. പാണ്ഡവാനി ഡാൻസ് പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേരാണെന്ന് പറയുന്നത് തീജൻ ബായി എന്ന് പറയുന്നത്. ഓക്കെ, പാണ്ഡവാനി ഡാൻസ് ഛത്തീസ്ഗഡ് ആണെന്ന് മനസ്സിലായല്ലോ. പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഏത്? ഹരേലി ഫെസ്റ്റിവൽ അല്ലേ? ഞാൻ മുന്നത്തെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡിലും, തെറ്റുപറ്റി പോകരുത്. ഹരേലായ് ആണെങ്കിൽ ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡിലും, ഹരേലായ് ആണെങ്കിൽ ഉത്തരാഖണ്ഡിലുമാണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അപ്പൊ നോക്കാം, ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡ്, ഹരേലായ് ആണെങ്കിൽ ഉത്തരാഖണ്ഡ് അല്ലെ? ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെ റീസെന്റ്. ഹരേലി ഫെസ്റ്റിവൽ ആർക്ക് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ്? ഹരേലി ഫെസ്റ്റിവൽ ഫാർമേഴ്സ് ആണ് കേട്ടോ. ഹരേലി ഫെസ്റ്റിവൽ ആർക്ക് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ ആണ്? ഫാർമേഴ്സിന് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ ആണ്. ഹരേലി ഛത്തീസ്ഗഡിലാണ്, ഹരേല ഉത്തരാഖണ്ഡിൽ. ഹരേല ഫെസ്റ്റിവൽ ഈസ് റിലേറ്റഡ് ടു പ്ലാന്റേഷൻ. പ്ലാന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഹരേല. ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡില് ആർക്ക് വേണ്ടിയുള്ള ഫെസ്റ്റിവലാ? ഫാർമേഴ്സിന് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ, ഹരേലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതറിയണം. ഇനി ഇത് കൂടാതെ ഛത്തീസ്ഗഡിൽ നിന്ന് റീസെന്റ് ചോദിച്ച മറ്റൊരു ഫെസ്റ്റിവൽ ആണ് ഫഗുൺ മെഡായി. മെഡായി ഹിൽസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഓർക്കാം. ഫഗുൺ മെഡായി എവിടെ തന്നെയാ? ഛത്തീസ്ഗഡില്. ഹോളി ഫെസ്റ്റിവലിന്, ഇന്ത്യയിലെ ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഫഗുൺ മെഡായി.
അത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചു. ഫഗുൺ മെഡായ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഹോളി ഫെസ്റ്റിവലിന് ആ ഒരു കാലയളവിൽ ഛത്തീസ്ഗഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഫഗുൺ മെഡായ്. ഫഗുൺ മെഡായ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നമ്മുടെ ഹോളി ഫെസ്റ്റിവലിന് ഒരു ദിവസം മുന്നേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. എവിടെയാ? ഛത്തീസ്ഗഡിൽ. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഏത്? നമ്മുടെ ദീപാവലി ഫെസ്റ്റിവൽ ഇല്ലേ? നമ്മുടെ ദീപാവലി ഫെസ്റ്റിവൽ നമ്മൾ പറയും. ദീപാവലി ഫെസ്റ്റിവല് ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് പറയാം. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലാണെങ്കിൽ ഒക്ടോബർ നവംബർ ടൈം പീരീഡ്. ഹിന്ദു കലണ്ടറിൽ ഏത് മന്ത് ആണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്? കാർത്തിക് മന്ത്. അവിടെ ഇവിടുന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ദീപാവലി ഫെസ്റ്റിവലിനെ 2025 2025 നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് 2025 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ദീപാവലി ഫെസ്റ്റിവലിനെ ആഡ് ചെയ്തു. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് അറിയുക, ഒക്ടോബർ നവംബർ. ഈ ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് ഹിന്ദു കലണ്ടറിൽ ഏത് മന്ത് ആണെന്ന് ക്വസ്റ്റ്യൻ വരും. അത് കാർത്തിക് മന്ത്. ഓക്കെ, ഇവിടെ കഴിഞ്ഞില്ല. ഈ ദീപാവലി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഛത്തീസ്ഗഡില് ഇവര് പാടുന്ന സോങ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഛത്തീസ്ഗഡില് ഇവര് പാടുന്ന സോങ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. നമ്മുടെ ദീപാവലി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഛത്തീസ്ഗഡിൽ ഇവർ പാടുന്ന സോങ് ആണ് ദോഹെ സോങ്സ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. ദീപാവലി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഛത്തീസ്ഗഡില് ഇവർ പാടുന്ന സോങ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ദോഹെ സോങ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. പാണ്ഡവാനി ഏത് സ്റ്റേറ്റ്? ഛത്തീസ്ഗഡ്. പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് തീസൻബായി. തീസൻബായിയുടെ അവാർഡുകളൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡും, ഹരേലായ് ആണെങ്കിൽ ഉത്തരാഖണ്ഡും. ഹരേലി ഛത്തീസ്ഗഡിലെ ഫാർമേഴ്സ്. ഹരേല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പ്ലാന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ ഫഗുൺ മഡായ് ഫെസ്റ്റിവൽ ഹോളിക്ക് തൊട്ട് മുന്നേയുള്ള ദിവസം ഛത്തീസ്ഗഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒക്ടോബർ നവംബർ മന്തിലാണ് ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദു കലണ്ടറിൽ കാർത്തിക് മന്ത് അറിയുക. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ദീപാവലി ഫെസ്റ്റിവലിനെ 2025 ആഡ് ചെയ്തു. ദീപാവലി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡില് ഛത്തീസ്ഗഡില് ഇവർ ആലപിക്കുന്ന സോങ് ആണ് ഇതെന്ന് പറയുന്നത് ദോഹെ സോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു തന്ന ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തോളുക. ക്ലാസ് ഒരു തവണ കേൾക്കുക, പിന്നീട് എന്ത് ചെയ്താൽ മതി? വീണ്ടും റിവൈസ് ചെയ്തോളുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.